ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നൈബർഹുഡൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചേച്ചിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗൈഡ്. അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ പോകണോ അതിലൂടെ പോകണോ എന്നാലോചിച്ച് ഒടുക്കം ദതിലൂടെ പോകാൻ തീരുമാനമായി. ദേ ആ വരുന്ന വണ്ടി കണ്ടോ, അതാണ് ഇവിടുത്തെ പോസ്റ്റ്മാൻമാരുടെ വണ്ടി. എന്നിട്ട് അവർ ദേ വീടുകളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഇതിനകത്ത് മെയിൽസ് കൊണ്ടുവന്ന് വെക്കും. പിന്നെ ദേ ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഇതുപോലെ ഓരോ ഗരാജ് ഉണ്ട് കേട്ടോ. ഇവരുടെ ഗരാജ് എന്ന് പറഞ്ഞാൽ ഒരു മിനി വർക്ക്ഷോപ്പ് തന്നെയാണെന്ന് പറയാം. കാരണം ഒരാവശ്യം വന്നാൽ അത്യാവശ്യം പണിയാനുള്ള ടൂൾസൊക്കെ അതിനകത്ത് കാണും. ഇവിടുത്തുകാർക്ക് മിക്കവാറും അതെടുത്ത് പണിയാനും അറിയാം. ദേ ആ പോകുന്നത് ടെസ്ലയുടെ ഒരു വണ്ടിയാണ് കേട്ടോ. ടെസ്ലയുടെ വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം. അത് മാത്രമല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഇഷ്ടം പോലെ അടിപൊളി വെറൈറ്റി വണ്ടികൾ കാണും. ഇത് ഡോഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഈ പോകുന്നത് ഇവിടുത്തെ വീടുകളിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്തു പോകുന്ന വണ്ടിയാണ്. വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണെങ്കിലും കാണാൻ നല്ല ക്ലാസ് ഉണ്ടല്ലേ. ദെൻ ഈ കാണുന്നത് മാപ്പിൾ ട്രീ ആണ്. കാനഡയുടെ ഫ്ലാഗിലൊക്കെ കാണുന്നത് ഇതിൻ്റെ ലീവ്സാണ്. പിന്നെ ഈ മരങ്ങളുടെയൊക്കെ അടിയിൽ ഈ കാണുന്നത് വുഡ് ചിപ്സ് ആണ് കേട്ടോ. ദെൻ ഇവിടെ കുറേ വീടുകൾക്കൊന്നും തമ്മിൽ സെപ്പറേഷനൊന്നുമില്ല. ഇനി ഫെൻസ് പണിയുകയാണെങ്കിൽ തന്നെ ഇതുപോലത്തെ വെറൈറ്റി വുഡൻ ഫെൻസസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം അറിയോ? ഇവിടുത്തെ വീടുകൾക്ക് ചുറ്റുമുള്ള ഒരു സ്പെസിഫിക് ഏരിയ ക്ലീൻ ആയിട്ടും പുല്ലൊക്കെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആ വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈതർ അവർക്കത് സ്വയം ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ടീംസിന് കോൺട്രാക്ട് കൊടുക്കുകയും ചെയ്യാം. ബട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പക്കാ നീറ്റാണ്. അങ്ങനെ ഞങ്ങൾ ദേ തിരിച്ച് നടന്ന് വീടെത്താറായി ഗൈസ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ ബൈ.